അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു. എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞതായിരുന്നു, കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി എമിഗ്രേഷൻ കഴിഞ്ഞ ടിക്കറ്റും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ എൻ്റെ നഷ്ടപ്പെട്ടു. ഞാനും കൊച്ചും എൻ്റെ പപ്പയും മമ്മിയൊക്കെ ജീവനോടെ ബാക്കി കിട്ടി. ഞങ്ങൾ മഴ പെയ്യുന്ന കണ്ടപ്പോൾ മാറിയായിരുന്നു. എൻ്റെ എല്ലാവിധ രേഖകളും നഷ്ടപ്പെട്ടു. ഓരോ ദുരന്തങ്ങളും അവശേഷിപ്പിക്കുന്നത് ഒരുപാട് മനുഷ്യരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും സമ്പാദ്യങ്ങളും എല്ലാമാണ്. ഞാനിപ്പോഴുള്ളത് മഞ്ഞക്കുന്ന് സെൻറ്റ് അൽഫോൻസ പള്ളിയുടെ സമീപത്താണ്. എൻ്റെ ഒരു ഭാഗത്ത് വലതുഭാഗത്തായി ഈ ദുരന്തത്തിൽ മരിച്ച KA മാത്യു എന്ന മത്തായി മാഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. അദ്ദേഹം പല ആളുകളോടും ഈ ഉരുൾ പൊട്ടുന്നു, അതുകൊണ്ട് തന്നെ ഓടി രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് പല വീടുകളൊക്കെ കയറി ഇങ്ങനെ ഓരോരുത്തരോടും കാര്യങ്ങൾ പറഞ്ഞ് അവരെയൊക്കെ അവിടെ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. അദ്ദേഹവും ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. അതിനോട് ചേർന്ന് ഈ പാരീഷ് കാളിന് സമീപം ഏതാണ്ട് 250ഓളം ആളുകൾ ഇവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട്. അവർക്കൊക്കെ പറയാൻ ഒരുപാട് വേദനിപ്പിക്കുന്ന കഥകളുണ്ട്. അതിനൊപ്പം നമുക്കൊപ്പം ഒരാൾ ചേരുന്നുണ്ട്. അവർക്കുമുണ്ട് ഒരു കഥ പറയാൻ, ഒരു വേദനിപ്പിക്കുന്ന കഥ. എന്താ പേര്? എൻ്റെ പേര് ഡെൽന. ഡെൽന എന്തായിരുന്നു? സൗദിക്ക് പോകാനിരിക്കുക? ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു. എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞതായിരുന്നു, കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി എമിഗ്രേഷൻ കഴിഞ്ഞ ടിക്കറ്റും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. സർട്ടിഫിക്കറ്റുകൾ മുഴുവൻ എൻ്റെ നഷ്ടപ്പെട്ടു. ഞാനും കൊച്ചും എൻ്റെ പപ്പയും മമ്മിയൊക്കെ ജീവനോടെ ബാക്കി കിട്ടി. ഞങ്ങൾ മഴ പെയ്യുന്ന കണ്ടപ്പോൾ മാറിയായിരുന്നു. എൻ്റെ എല്ലാവിധ രേഖകളും നഷ്ടപ്പെട്ടു. ജോലി ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ കല്യാണം കഴിയുന്നതിന് മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് തലശ്ശേരിയിലാണ്. ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചത്. കല്യാണം കഴിഞ്ഞിപ്പം വർക്ക് ചെയ്യുന്നില്ല. പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു മോളും ഉണ്ട്, 2 വയസ്സ്. എല്ലാം റെഡി ആയതായിരുന്നു. ഇനി ടിക്കറ്റും കൂടെ ഉണ്ടായിരുന്നു. 2 ആഴ്ചക്കുള്ളിൽ ടിക്കറ്റ് വരുമായിരുന്നു എന്തായാലും. ഗവൺമെന്റ് സർവീസിന്? അല്ല, പ്രൈവറ്റ് ആയിട്ട്. എല്ലാ സാധനങ്ങളും എൻ്റെ എല്ലാവിധ രേഖകളും നഷ്ടപ്പെട്ടു. എല്ലാം വിട്ടു. എല്ലാത്തിനും എല്ലാം പോയി. SLC ബുക്ക് അടക്കം എല്ലാം പോയി. നമുക്ക് ജീവനാണല്ലോ വലുത്. നമ്മളതൊന്നും ഇറങ്ങാൻ നേരത്തെ എടുക്കാൻ ഓർക്കത്തില്ലല്ലോ. നമുക്ക് അങ്ങനെ എടുക്കാനാണെങ്കിൽ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ അപ്പോഴത്തേനും മാറി നിന്നു. പിറ്റേ ദിവസം രാവിലെ ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല അവിടെ. ഉണ്ടായിരുന്ന ഈ എന്താ പറയുക, നമ്മൾ ഉടുത്തിരുന്ന തുണി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും, ഞാനും കൊച്ചും എൻ്റെ മമ്മി പപ്പയൊക്കെ ഉടുത്തിരുന്ന തുണി മാത്രമേ ആകെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും കയ്യിലില്ലായിരുന്നു. കൊച്ചിന് മാറി ഉടുക്കാൻ പോലും ഒന്നുമില്ലായിരുന്നു. ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. അത് മാത്രം, അതാണല്ലോ വലുത്. കൊച്ചുള്ളത് കൊണ്ട് അങ്ങനെ ഉറങ്ങിപ്പോകാൻ പറ്റിയില്ല. മഴ പെയ്യുന്ന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മാറാൻ തോന്നി. നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിലേക്കാണ് മാറിയത്, താഴെ തന്നെ. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ പിറ്റേ ദിവസം രാവിലെ ചെല്ലണം എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ പോവുക. പിറ്റേ ദിവസം രാവിലെ ചെല്ലുമ്പോൾ ഒന്നുമില്ല, വീടടക്കമില്ല. നമ്മുടെ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന, നമ്മുടെ അടുപ്പിച്ചടുപ്പിച്ച് 3 വീടാണ്ടായിരുന്നു. ആ 3 വീടും പോയി. എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ ഇടപെടട്ടെ, ഡെൽനയ്ക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ തിരിച്ചു കിട്ടട്ടെ. തീർച്ചയായും പോകാൻ കഴിയട്ടെ, സൗദിക്ക് പോകട്ടെ, എല്ലാം ഒന്ന് തിരിച്ചു പിടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. നമ്മൾ ഓരോ മനുഷ്യനോട് സംസാരിക്കുമ്പോഴും നിരവധി ആളുകൾ, അവർക്കൊക്കെ പറയാൻ ഇത്തരം നിരവധിയായ കഥകളുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഉണ്ടായിരുന്നതെല്ലാം ഉടുതുണി മാത്രമായി ജീവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വന്ന നിരവധി ആളുകളിൽ ഒരാൾ മാത്രമാണ് ഡെൽന. അങ്ങനെ പല ആളുകളെയും നമ്മളിവിടെ കാണുന്നു. അവരിലൊരാൾ മാത്രമാണ് ഡെൽന. എന്തായാലും അങ്ങനെ ഒരുപാട് മനുഷ്യർ ഇവിടെ ഉണ്ട്. മഞ്ഞക്കുന്നിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഷിജിത് കണ്ണമനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1.